എല്ലാവർക്കും ഒരിക്കൽ കൂടി ഡോണ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നു താറാവ് കറിയാണ്. ഡോണ കിച്ചണിൽ ഞാൻ ഇതുവരെ താറാവ് റെസിപ്പീസ് ഒന്നും പരിചയപ്പെടുത്തിയിട്ടില്ല. അതിനായിട്ട് ഞാൻ 1 കിലോ നാടൻ താറാവിനെ തൊലി കളയാതെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയത് 3 സവോള സ്ലൈസ് ആയിട്ട് അരിയണം, വലിയ സൈസ് ഇഞ്ചി, 1 കുടം വെളുത്തുള്ളി, ഇത് രണ്ടും ചെറിയ മിക്സിയുടെ ജാറിൽ പേസ്റ്റ് ആക്കി എടുക്കണം. പച്ചമുളക് 2 എണ്ണം, പച്ചമുളക് 2 എണ്ണം മതി. ഞാൻ ഇതിനകത്ത് കുരുമുളകിൻ്റെ ഫ്ലേവറാണ് കുറച്ചുകൂടി കൂടുതലായിട്ട് വേണ്ടിയത്. പിന്നെ വേണ്ടിയത് ആവശ്യത്തിന് വേണ്ടിയ കറിവേപ്പില. ഇപ്പം നമുക്ക് കറി ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം ഒരു പാനിലേക്ക് നമുക്ക് ഇതിനേക്കുള്ള മസാല തയ്യാറാക്കാം. ഇപ്പോൾ ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയിലെ വെളുത്തുള്ളിയിലെ ആ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള വാഴാനായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. സവോള വഴണ്ടിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് മസാല പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവാണ്. തീ വളരെ ലോ ഫ്ലെയിമിലാക്കുക. മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂണോളം ചേർക്കുന്നു. പിന്നെ മുളക് പൊടി 2 ടേബിൾ സ്പൂണോളം, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഗരം മസാല 1 ടേബിൾ സ്പൂണാണ് ഞാൻ ഇപ്പോൾ ഇടുന്നത്. നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ചേർക്കാം. കുരുമുളക് പൊടി ഞാൻ 1 ടേബിൾ സ്പൂണാണ് ഇടാൻ പോകുന്നത്. അതും ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. അതിപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ. കുരുമുളകിൻ്റെ ഫ്ലേവർ കുരുമുളക് മുന്നിട്ടാണ് ഞാൻ ഇതിനകത്തോട്ട് ഈ കറി ചേർക്കുന്നത്. ഇതിലോട്ട് പെരിഞ്ജീരകം പൊടി ചേർക്കുവാണ്. ഇത് 1 ടേബിൾ സ്പൂണുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇപ്പം ചേർക്കുന്നുള്ളൂ. ഇതിൻ്റെ പകുതി അതായത് താറാവ് വെന്തതിന് ശേഷം പെരിഞ്ജീരകം ഞാൻ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് മസാല വേവണം. ഈ വളരെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി മസാലയൊക്കെ നന്നായിട്ട് മൂക്കണം. മസാല മൂത്തില്ലെങ്കിൽ കറിക്ക് ഒരു പച്ചച്ചുവ ചുവയ്ക്കുക. അതുകൊണ്ട് മസാല മൂത്തതിന് ശേഷമേ മൂത്തതിന് ശേഷമേ നമ്മൾ ഇതിനകത്ത് ഡക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ. ഇതിലോട്ട് 2 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ മസാലയെല്ലാം മൂത്തിട്ടുണ്ട്. ഞാൻ തീയ ഓഫ് ചെയ്തിട്ട് നമുക്കിനി കുക്കറിൽ വേണം നമ്മൾ മസാല ഡക്ക് വേവിക്കാൻ. കാരണം നാടൻ താറാവായതുകൊണ്ട് വേവ് ഇച്ചിരി കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം മസാല ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിതങ്ങോട്ട് മിക്സ് ചെയ്യാം. ഡക്കയിലോട്ട് ഈ മസാലയെല്ലാം പിടിക്കണം. ഇതിലോട്ട് ബാക്കി കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കുവാണ്. ഇപ്പോൾ നമുക്ക് ഫിസിൽ ഞാൻ വെക്കുന്നില്ല. ഇതൊന്ന് ആവി വന്നതിന് ശേഷം, കാരണം അതിൻ്റെ ഉളുമ്പുമണമൊക്കെ ഒന്ന് പോകാൻ. ഇപ്പം അത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡക്കിനൊരു ഉളുമ്പുമണം ഉണ്ടല്ലോ, അത് നമ്മുടെ കറിയിലേക്ക് വരും. അപ്പം ആദ്യം ഇതൊന്ന് ചൂടായി ആവി വന്നതിന് ശേഷം നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഹൈ ഫ്ലെയിമിൽ 1 ഫിസിലും 4 ഫിസിൽ ഒരു മീഡിയം തീയിൽ 4 ഫിസിലൂടെ അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് നോക്കാം ഡക്ക് വെന്തോ ഇല്ലയോ എന്ന്. ഫ്രോസൺ ഡക്കാണെങ്കിൽ അതിന് അത്ര വേവ് കാണത്തില്ല. പക്ഷെ ഇത് നാടൻ ഡക്കായതിന് കുറച്ച് വേവ് കാണും. അപ്പം അതനുസരിച്ച് നമുക്ക് നോക്കാം. ഞാൻ ഹൈ ഫ്ലെയിമിൽ 1 ഫിസിലും മീഡിയം തീയിൽ 4 ഫിസിലും അടിച്ചിട്ട് നമ്മുടെ ഡക്ക് വെന്തിട്ടില്ല. നാടൻ ഡക്കായതുകൊണ്ട് ഇത്ര വേവ് കൂടുതലുണ്ട്. നിങ്ങൾ ഫ്രോസൺ എടുക്കുന്നതിന് ഇത്ര വേവ് കാണത്തില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പം നാടനാണ്. ഞാൻ ഇനി ഒരു 2 ഫിസിലും കൂടെ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്ത് മീഡിയം തീയിൽ നമ്മുടെ താറാവ് വെന്തിട്ടുണ്ട്. അപ്പം ഞാനൊരു 6 ഫിസിലോട് അടിച്ചത്. നാടൻ താറാവ് ആയതുകൊണ്ടാണ്. അപ്പം ഞാൻ 6 ഫിസിൽ അടിച്ചെന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ അതുപോലെ അടിക്കരുത്. അവരവരുടെ കയ്യിരിക്കുന്ന താറാവ് വ്യത്യാസം ഉണ്ടാവും. 2-3 ഫിസിൽ അടിച്ചൊക്കെ നോക്കി വെന്തോ നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ അത് ഫിസിലടിക്കാവുള്ളൂ. കറക്റ്റ് 6 ഫിസിലടിച്ച് നിർത്തിയേക്കരുത്. ഇതിപ്പം ഗ്രേവി ഉണ്ട്. ഞാൻ കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഇട്ടിട്ടുള്ളായിരുന്നു.
1 ടീസ്പൂണോടെ കുരുമുളക് പൊടി ചേർക്കുവാണ്. 1 ടീസ്പൂണോളം പെരിഞ്ചീരകവും കൂടി ചേർക്കുവാണ്. ഈ പെരിഞ്ചീരകവും കുരുമുളകും ആണ് താറാവ് കുറച്ച് കൂടുതൽ മുമ്പിട്ട് നിൽക്കുന്നത്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ നാടൻ താറാവ് ആയതുകൊണ്ടാണ് എല്ല് കൂടുതലുണ്ടാവും. ഫ്രോസണിലാണെങ്കിൽ അധികം കൂടുതലും. ഇവിടെ നാടൻ താറാവ് കിട്ടുന്നത് വളരെ കുറവാണ്. കൂടുതലും ഫ്രോസണൊക്കെയാണ് കിട്ടാറ്. ഈ വെള്ളം ലോ ഫ്ലെയിമിലാക്കുക. ഇനി അതിന് ശേഷം ഞാൻ ഇതിനകത്ത് കടുക് താളിക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിപ്പോൾ തീ ഓഫ് ചെയ്യുവാണ്. ഞാൻ കടുക് താളിക്കാനായിട്ട് പോവാണ്. കടുക് താളിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ താളിച്ചാൽ മതി. 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മുടെ താറാവ് കറി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവിയാണ്. ആ നെയ്യൊക്കെ ഇളകി വളരെ നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിക്കും ചോറിനും അപ്പത്തിനും ഒക്കെ വളരെ നല്ല ടേസ്റ്റാണ്. ബ്രെഡിനും ഒക്കെ. അപ്പോൾ നിങ്ങൾ താറാവ് കിട്ടുമ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. കുറച്ച് സ്പൈസി കുരുമുളകിൻ്റെ എരിവ് മുൻനിർത്തിയിട്ട് ചെയ്തതാണിത്. അപ്പോൾ കുറച്ചുകൂടെ വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാരോടും പറയണം. അതേപോലെ തന്നെ കമൻറ്റ് ഇടാനും മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ് ഇട്ടാലേ എനിക്കറിയത്തുള്ളൂ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. അത് എൻ്റെ വീഡിയോയെ പറ്റിയുള്ള ഇതെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും മറക്കരുത്. ഡോണ കിച്ചണിൽ നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.